ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ലിറ്ററലി കിളി പോയ ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ കില്ലിംഗ് വോളറ്റൈലിറ്റിയുടെ ഒരു മാർക്കറ്റ് എന്ന് വേണം പറയാനായിട്ട് അല്ലേ. സത്യത്തിൽ മാർക്കറ്റിന് ഭ്രാന്തായതുപോലെയായിരുന്നു ഇന്നത്തേക്ക് ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ താഴത്തേക്ക് വരുന്നു. വിത്തിൻ 2 ക്യാൻഡിൽസ് ഷോർട്ട് കവറിങ് ട്രിഗർ ആവുന്നു, മുകളിലേക്ക് അതേപോലെ ജമ്പായി പോകുന്നു, അതേപോലെ വീണ്ടും സെൽ ഓഫ് വരുന്നു. ആൻഡ് 33,000 താഴെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നു. ഇനി 33,000 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ഇനിയും ഹോൾഡ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ടു ബി ഫ്രാങ്ക് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈച്ച് ആൻഡ് എവറി ഡേ ഇന്നലെ വന്നിട്ടുള്ള ആ ഒരു ക്യാൻഡിലിൻ്റെ ഫോളോ അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കണ്ടുള്ള ഒരു കാര്യമാണ്. ഫോളോ അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിനെ വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു റിവേഴ്സൽ സിഗ്നൽ, ഷോർട്ട് ടൈമിലേക്ക് ഒരു റിവേഴ്സൽ സിഗ്നൽ തരുന്ന ക്യാൻഡിലായിരിക്കും. ഓർ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവും, ആ ഒരു ക്യാൻഡിലിൻ്റെ വാലിഡിറ്റി ആ ഒരു ചാർട്ടിൽ ഇല്ലാതെയാവുന്നത്. അത് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഷാർപ്പായിട്ട് എഗെയിൻ കൊളാപ്സ് ആയി വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. എല്ലാ സ്റ്റോക്കുകളിലും മൊത്തം നല്ല രീതിയിലുള്ള സെൽ ഓഫാണ് നമുക്ക് കാണാൻ പറ്റി. IT സ്റ്റോക്കുകൾ രാവിലെ മുതലേ അങ്ങനെയായിരുന്നു. ആൻഡ് ബാങ്കിങ് കൂടി എല്ലാം കൂടെ കൊളാപ്സ് ആയി പോയി എന്നുള്ളതാണ്. ആൻഡ് ഇനി പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അക്കൗണ്ട് വെളുപ്പിച്ചിട്ടുള്ള ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾ അക്കൗണ്ട് വെളുപ്പിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ലോസിലേക്ക് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞൊരു പരിപാടിയാണ്, സ്റ്റോപ്പ് ലോസ് ഇടാറേ ഇല്ല എന്നുള്ളത്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ്. ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ക്ലിയർ കട്ടായിട്ട് എനിക്ക് മുകളിൽ നിന്നുള്ള ഫോൾ എനിക്ക് വന്നിട്ടുള്ള എൻ്റെ ട്രേഡിൽ വരുന്ന പോയിന്റാണ് അവിടെ ഞാനും എൻ്റെ സ്റ്റുഡൻസും ഒരുമിച്ച് നിന്നിട്ട് ട്രേഡ് എടുക്കുന്നത്. ഞാൻ ആ ഒരു പോയിന്റിൽ വെയിറ്റ് ചെയ്തത് ഒരു നിഫ്റ്റിത്തെ കേസാണ് ഞാൻ പറയുന്നത്. ഞാൻ ചാർട്ടിലെത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ആ ഒരു പോയിന്റ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാവേണ്ടത്, ഈ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നുള്ളത്. സോ അതിനുശേഷം എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് താഴത്തു നിന്നുള്ള റിവേഴ്സൽ ട്രേഡ് ആയിരുന്നു. അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ ഒരു റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ റണ്ണവേ ഗ്യാപ്പ് വരെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാർഗറ്റ് വിത്തിൻ നോ ടൈം അത് അച്ചീവ് ചെയ്തു, അവിടുന്ന് മാറി നിന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഒരു ടോട്ടൽ ട്രേഡ് വന്നിട്ടുള്ളത്. ആൻഡ് എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടത് ഞാൻ ചാർട്ട് കണ്ടിട്ട് ശേഷം, ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇതാണ് ലെവൽസ് ഒക്കെ ഉണ്ടായിരുന്നത്. ബൈങ്ങിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ ഇതാണ്. താഴത്തേക്കുള്ള ലെവൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വരികയാണ്. ആൻഡ് ഈ പോയിന്റിൽ എത്തുമ്പോഴേക്ക് ഞാൻ ഷോർട്ടിലേക്കുള്ള പ്ലാൻ ഓൾറെഡി കൺഫേം ആയി. ഞാൻ ഷോർട്ടേ ചെയ്യുള്ളൂ എന്നുള്ളത് കൺഫേം ആയി. ബട്ട് ദ തിങ് ഈസ്, എനിക്ക് ഇവിടെ ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരേണ്ട പോയിന്റ് ഈ ഒരു പോയിന്റാണ്. ഇതിനുള്ളിൽ എവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കൂല. ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് അല്ല അത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വാച്ച് ചെയ്തിട്ടുള്ള പോയിന്റ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹാമർ ക്യാൻഡിൽ. ആൻഡ് ആ ഹാമർ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് എനിക്ക് ഇവിടെ കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലായിട്ട് പ്രോപ്പർ ഫുൾ ബോഡി ക്യാൻഡിലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ SL വെച്ചിട്ട് ഞാൻ ഈ ഒരു ട്രേഡിനെ ഇവിടുന്ന് തന്നെ എടുത്തേനെ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പോയിന്റ് തന്നെ ഞാൻ ഇവിടുന്ന് ട്രേഡിന് എടുത്തേനെ. സോ ഞാൻ ഈ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി അറിയാനിട്ടല്ല. എനിക്ക് ആകെ അറിയുന്ന പരിപാടി ഇതാണ്. ഇത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു പരിപാടി. ഈ ട്രേഡിനെ ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, സ്റ്റോപ്പ് ലോസ് എൻ്റെ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. എന്താണ് സ്റ്റോപ്പ് ലോസ് എൻ്റെ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. ഇവിടുന്ന് താഴെ വീണാൽ നല്ലൊരു ഫോൾ ഉണ്ടാവും എന്നുള്ളത് ഇന്നലെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ റേഞ്ചാണ്, റേഞ്ചിന് താഴെയായിട്ട് SL ഉണ്ടാവും. ഹിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് താഴെ വീഴും എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്ലസ് ഇന്ന് ക്ലാസ്സിൽ ഞാൻ അവരടുത്ത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ, വൺസ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോളിനെ നമുക്ക് തൊടാൻ കിട്ടൂല. ഇവിടെ ബ്രേക്ക് ആവുന്നതിന് മുമ്പേ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്കറ്റിനെ തൊടാൻ കിട്ടൂല എന്നുള്ളത്. നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിട്ട് വീഡിയോ കാണുന്നുണ്ടാവും, ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ ഇവിടുന്ന് മാർക്കറ്റ് താഴെ വീണാൽ നല്ല ഫോൾ ഉണ്ടാവും എന്നുള്ളത് വീഴുന്നതിന് മുമ്പേ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബട്ട് ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആവില്ല. സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺലെസ് അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ആ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യൂല. എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള റൂള് ആൻഡ് എല്ലാ ദിവസവും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു റൂള് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? സ്റ്റോപ്പ് ലോസ് എന്നുള്ള സംഗതി നിങ്ങളുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാനുള്ള സംഗതിയാണ്. എന്തുകൊണ്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല?
എന്തുകൊണ്ടാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ട്രേഡുകളിലേക്ക് പാഞ്ഞു തരുന്നത്? ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരും എന്നെ തടയൂല, ഇവിടെ ഒന്നും സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരും എന്നെ തടയൂല. ബട്ട് ഇതിനകത്ത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് ഇതാണ്. പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് SL വെച്ചിട്ട് അടി വാങ്ങിച്ചിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മാർക്കറ്റിൽ? ഇല്ല. നിങ്ങളുടെ എൻട്രി പെർഫെക്റ്റ് ആവുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ട്രേഡുകൾ എടുത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. ഈ രണ്ട് പരിപാടിയിലും മാർക്കറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. ഈ രണ്ട് പരിപാടി മാർക്കറ്റിൽ ചെയ്തുകൂടാ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഇന്ന് ഈ ഒരു പോയിന്റിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബൈ ട്രേഡ് എടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ താഴെയാണ് ഞാൻ എൻ്റെ SL കീപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ലൈവ് മാർക്കറ്റിൽ. ആ ഒരു റണ്ണവേ ഗ്യാപ്പിനെ ട്രിഗർ ചെയ്തു. ഞാൻ ആ ട്രേഡിൽ നിന്ന് ഔട്ടായി. പിന്നെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഞാൻ ആ ട്രേഡ് മാർക്കറ്റിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇത് ഫില്ലാവുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് എൻ്റെ ട്രേഡ് ഇവിടെ മുതൽ ഇവിടം വരെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് പോയി അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് പോയി, ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ബോധേടാവണേ? എനിക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. മാർക്കറ്റ് ആ പ്രോഫിറ്റ് തന്നു. ഞാനും മാർക്കറ്റും തമ്മിലുള്ള ബന്ധം അതോടുകൂടി തീർന്നു. സിമ്പിളായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ലോസിൽ മാത്രമേ പിരിയുള്ളൂ. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാറണം എന്ന് ചിന്തിക്കുന്നവന്, ആഗ്രഹിക്കുന്നവന് മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ എന്താ പറയുക, ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ക്യാൻഡിൽ ഏതാണെന്നുള്ളത്. എൻ്റെ ട്രേഡിംഗ് സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടില്ല. ഞാൻ ഓവറോൾ സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പ്ലസ് ഒരു സ്ട്രോങ് ക്യാൻഡിൽ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു എന്താ പറയുക, ഇതായിട്ട് ഞാൻ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ അതിനെ വാച്ച് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. മോറോവർ ഞാൻ അതിനെ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇത് മാത്രം വെച്ചിട്ടാണ്, അതായത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്നുള്ളതാണ്. ആൻഡ് ഇനി നാളത്തേക്കുള്ള ലെവൽസിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,000 എന്നുള്ള ലെവലിൻ്റെ താഴെ നമ്മൾ വന്നിട്ടുണ്ട്. താഴെ ഓൾമോസ്റ്റ് 975 എന്നുള്ള ലെവലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 970 തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 970 താഴത്തേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു ഫോളോ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് കുറച്ച് ട്രിക്കിയാണ് കാര്യങ്ങൾ. ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ 80 എന്നുള്ള ലെവലാണ്. 2380 എന്നുള്ള പോയിന്റാണ് ഞാനിവിടെ വാച്ച് ചെയ്യുന്നത്. 80 പോരാ സത്യത്തിൽ, 2300 നമ്മൾ വാച്ച് ചെയ്യണം. 2300 എന്നുള്ള പോയിന്റ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ട്രിക്കി എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഇവിടുന്ന് ഈ ഒരൊറ്റ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതിനൊരു എഗെയിൻ ഒരു ഫോളോ ത്രൂ കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സെല്ല് ബയേഴ്സ് കൺട്രോൾ ഉണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ആണ് എന്നുള്ളത് നമുക്ക് കണക്കൂട്ടായിരുന്നു. ബട്ട് അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോള് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ചാർട്ടിൽ മറക്കാൻ പാടില്ലാത്ത ഫോളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ 30% ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ആവശ്യമില്ലാത്ത ട്രേഡുകൾ വാങ്ങിച്ചിട്ട് എടുത്തിട്ട് അടി വാങ്ങിച്ച് കൂട്ടാൻ നിൽക്കരുത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. കാരണം ബ്രൂട്ടൽ സെൽ ഓഫ് ആണ് താഴ്ത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് 200 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. അതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 300 വരെയുള്ള ഒരു മൊമെൻറ്റത്തിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് ഞാൻ പറയുന്നത് 100 പോയിന്റ്സ് അവയുള്ള ടാർഗറ്റുകളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. കാരണം ചെറിയ സ്റ്റോപ്പ് ലോസിലൊക്കെ കിട്ടുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ വെച്ചിട്ട് മാത്രം ബൈങ്ങിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 22,800 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും. 22,800 താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 22,650 വരെയുള്ള ഒരു ടാർഗറ്റ് നമുക്ക് പ്രീവിയസ്ലുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു ലെവലിലുള്ള ടാർഗറ്റൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് എഗെയിൻ ഇവിടുന്ന് ഇനീഷ്യൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ട്രാപ്പ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ ഒന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് വലിഞ്ഞിട്ട് എഗെയിൻ താഴത്തേക്ക് വീഴുന്ന രീതിയിലായിരിക്കണം മാർക്കറ്റിൻ്റെ സാധ്യതകൾ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് എൻ്റെ ഒരു റീഡിംഗ് ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിനെ ഒന്ന് മനസ്സിൽ വെക്കണം എന്നുള്ളതാണ്. എഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലോ ലെവലിൽ തന്നെയാണ്, അതായത് 400 എന്നുള്ള പോയിന്റാണ്. 48,400 എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം. 48,400 ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്. 1 സെക്കൻഡ്, ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ, ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 680 എന്നുള്ള ഈ ഒരു പോയിന്റാണ്. ഈ രണ്ട് ലെവലിനെ താഴത്തേക്കും മുകളിലേക്കും വാച്ച് ചെയ്യാം. ആൻഡ് ടാർഗറ്റ് ആയിട്ട് 870 ആൻഡ് അതിന് മുകളിലായിട്ട് പിന്നെ 870ക്ക് ശേഷം നമുക്ക് 50 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. 49,050 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് ടാർഗറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ 400 താഴത്തേക്ക് എഗെയിൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ചെറിയൊരു എന്തെങ്കിലും വരാനുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 250 എന്നുള്ള ലെവലാണ്. 250യുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് 48,000 എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ലെവലിനെ നമുക്ക്
നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് 500 എന്നുള്ള പോയിന്റാണ്, 22,500 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 610 എന്നുള്ള പോയിന്റാണ്. സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ 12,000 എന്നുള്ള റൗണ്ട് നമ്പറാണ്. സോ 12,000 വാച്ച് ചെയ്യുക. 12,000 താഴെ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് താഴത്തേക്കുള്ളൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ആൻഡ് HDFC ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റാണ്, അതിൻ്റെ താഴത്തു നിന്നാണ് ഷാർപ്പായിട്ടുള്ള ട്രിഗർ ആയിട്ടുള്ളത്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും എന്താ പറയുക ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്, 2830 എന്നുള്ള പോയിന്റാണ്. സോ ഈ ഒരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു പോയിന്റ് താഴെയോ മുകളിൽ എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ 60 എന്നുള്ള ലെവലാണ്. ആ ഒരു രണ്ട് ലെവലിൻ്റെ താഴെ മുകളിലായിട്ട് നമുക്ക് ക്ലിയർ ഡയറക്ഷണൽ ട്രേഡ് വരാൻ പോകുന്നത്. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ നമ്മുടെ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഫോൾ ആയിട്ടുണ്ട്. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 12,010 എന്നുള്ളതാണ്. 12,010 അല്ല, 1210 എന്നുള്ള പോയിന്റാണ്. ആൻഡ് ICICI ബാങ്ക് എന്നൊരു സങ്കടപ്പെടുത്തുന്ന പരിപാടി നടത്തി എന്നുള്ളതാണ്. ഞാനിവിടെ ലിമിറ്റ് ഓർഡർ ഇട്ടു എന്ന് പ്രതീക്ഷിച്ചതാണ്. അതായത് 1230 ലിമിറ്റ് ഓർഡർ ഇട്ടു എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആക്കിയിട്ടില്ല. ആൻഡ് പോയി, എന്നാലും നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ടായിരുന്നല്ലോ, ലെറ്റ് ഇറ്റ് ബി. ആൻഡ് ആസ് ഓഫ് നോ നമ്മൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഒരു ലാസ്റ്റ് എൻഡ് ചെയ്തിട്ടുള്ള പോയിന്റാണ്. 1890 എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം. 90 അല്ല, 1892 എന്നുള്ള പോയിന്റിനെ. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ല ഒരു ഫോള് അവിടെയും കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ജസ്റ്റ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് 1077 എന്നുള്ള പോയിന്റാണ്. ആൻഡ് 977 എന്നുള്ള പോയിന്റാണ്. ആൻഡ് ക്ലിയർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് വരണമെന്നുണ്ടെങ്കിൽ 1000 മുകളിൽ എന്തായാലും സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇൻഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ബേസ് ആയിട്ട് വർക്ക് ചെയ്യാം. 1830 എന്നുള്ള ലെവലിനെ, ആ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ബയാസ് തന്നെയായിരിക്കും എൻ്റെ ഉണ്ടാവുക. 4100 എന്നുള്ള ലെവലിനെ തന്നെയാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും മിനിമം ചെറിയൊരു മുകളിലേക്കുള്ള പുഷെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ 4050 എന്നുള്ള ലെവലിൻ്റെ മുകളിലെങ്കിലും ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. ഇൻട്രാഡേയിലേക്കെങ്കിലും ചെറിയൊരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ നത്തിങ് 1280 എന്നുള്ള ഈ ഒരു ലെവലാണ്. 1280 താഴെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നെഗറ്റീവ് മൊമെൻറ്റം തന്നെയായിരിക്കും. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ മൊമെൻറ്റം എങ്കിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശനിയാഴ്ച എന്താണ് ബജറ്റിൻ്റെ ഒരു ഇതുണ്ടായത് കൊണ്ട് തന്നെ ശനിയാഴ്ച മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ വോൾട്ടാലിറ്റി അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട്. ഇന്ത്യ വിക്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഹാർഡ് ആൻഡ് മണിയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.